بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لي إلا ما علمتني ولا معرفة إلا ما ألهمتني إنك أنت العليم الحكيم. اللهم يا ملهم كل أمور ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. വൻപാപങ്ങളുടെ നിർണയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവസാനമായി അദ്ദേഹം പറഞ്ഞത് അബൂ താലിബുൽ മക്കി റഹ്മഹുല്ല അദ്ദേഹം ചില ഹദീസുകളെല്ലാം കൂട്ടിച്ചേർത്ത് വൻപാപങ്ങൾ 17 പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ 17 പറഞ്ഞ കൂട്ടത്തിൽ ഒരാളെ കൊല്ലുക എന്നുള്ളത് വൻപാപത്തിൽ അദ്ദേഹം പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക, അയാളുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുക, അയാൾക്ക് ശരീരത്തിന് ഉപദ്രവങ്ങൾ പരിക്കുകൾ ഉണ്ടാക്കുക, അതിനെയൊന്നും അദ്ദേഹം എണ്ണിയിട്ടില്ല. സത്യത്തിൽ അതെല്ലാം വൻപാപത്തിൽപ്പെട്ടതാണല്ലോ, അദ്ദേഹം അതൊന്നും എണ്ണിയില്ല. യത്തീമിനെ അടിക്കലും അതുപോലെ തന്നെ യത്തീമിനെ ഉപദ്രവിക്കലും യത്തീമിന്റെ അവയവങ്ങൾ ഛേദിക്കലും ഇതെല്ലാം ഉറപ്പാണ് യത്തീമിന്റെ സ്വത്ത് തിന്നുന്നതിനേക്കാൾ വലിയ പാപമാണ്. അദ്ദേഹം യത്തീമിന്റെ സ്വത്തിനെ തിന്നുന്നതിനെ വൻപാപത്തിൽ പെടുത്തി, ഇതിനെയൊന്നും വൻപാപത്തിൽ പെടുത്തിയില്ല. അദ്ദേഹം പറയാൻ കൈഫ, അതെങ്ങനെയാണ് അബൂ താലിബ് മക്കിയുടെ ഇത് വാക്കുകൾ ശരിയാകുന്നത്? അത് ബൊഫിൽ ഖബരി ഹദീസിൽ വന്നിട്ടുണ്ട്, മിനൽ കബായിരി വൻപാപങ്ങളിൽപ്പെട്ടതാണ് അസ്സബ്ബത്താനി ബിസ്സബ്ബത്തി. ഒരു ചീത്ത പറയുന്നതിന് പകരമായി കേട്ടയാൾ 2 ചീത്ത പറയൽ, അത് വൻപാപത്തിൽപ്പെട്ടാണ്. ഒന്ന് പറഞ്ഞാൽ തിരിച്ച് ഒന്ന് പറയൽ അനുവദനീയമാണ്, 2 ചീത്ത പറയൽ അത് വൻപാപത്തിൽപ്പെട്ടതാണ്. ഓമിനൽ കബായിരി വൻപാപത്തിൽപ്പെട്ടതാണ് ഇസ്തിതാലത്തുർ റജുലി, ഒരു മനുഷ്യൻ ഗർവ് കാണിക്കൽ, ഫി ഇർളി അഖീഹിൽ മുസ്ലിമി, മുസ്ലിമായ തന്റെ സഹോദരന്റെ അഭിമാനത്തിൽ ഗർവോടുകൂടി ഇടപെടൽ, അത് വൻപാപത്തിൽപ്പെട്ടതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വരെയും വൻപാപത്തിൽപ്പെട്ടതാണ്. പിന്നെ അബൂ താലിബുൽ മക്കി അതൊന്നും എണ്ണാതെ ആദ്യം പറഞ്ഞത് മാത്രമല്ലേ എണ്ണിയുള്ളൂ. വഹാദ ഇപ്പറഞ്ഞത് സായിദുൻ അലാ ഖദ്ഫിൽ മുഹ്സിനി, മുഹ്സിനായ ഒരു മനുഷ്യനെ ഖദ്ഫ് പറയുന്നതിനേക്കാൾ സായിദാണിത്. അഭിമാനം ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ ഇടപെടുക എന്നുള്ളത്. മുഹ്സിനായ മനുഷ്യനെ ഖദ്ഫ് പറയുക എന്നുള്ളത് അത് വൻപാപമാണ്. അതിനേക്കാൾ കടുപ്പമാണ് ഒരാളുടെ അഭിമാനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് അയാളെ ഉപദ്രവിക്കുക എന്നുള്ളത്. പക്ഷെ അതിനെ എണ്ണിയിട്ടില്ല, ഈ ഖദ്ഫ് പറയുന്നതിന് മാത്രം എണ്ണി. അപ്പൊ അദ്ദേഹത്തിന്റെ എണ്ണൽ കൃത്യമല്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. കാല അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വഗൈറുഹു മിനസ് സഹാബത്തി, മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു മറ്റു ചില സഹാബാക്കളും പറഞ്ഞു, ഇന്നക്കും ല തഅമലൂന, നിങ്ങൾ ചെയ്യുന്നുണ്ട്, അഅമാലൻ ചില പ്രവൃത്തികളെ, ഈ അദഖു ഫി അഅയുനിക്കും, നിങ്ങളുടെ കണ്ണുകളിൽ അത് വളരെ ലോലമാണ്, മിനശ്ശാരി മുടിയേക്കാൾ എന്ന് പറഞ്ഞാൽ ഒരു വിലയും നിങ്ങൾ അതിന് കൽപ്പിക്കുന്നില്ല. പക്ഷേ കുന്നാ നഅദ്ദുഹ, അവകളെല്ലാം ഞങ്ങൾ എണ്ണിയിരുന്നു, അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, മിനൽ കബായിരി വൻപാപങ്ങളിൽപ്പെട്ടതായി എണ്ണിയിരുന്നു. നിങ്ങളിപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ അതിനൊരു ഗൗരവം കൊടുക്കുന്നില്ല. പക്ഷെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ അതിനെല്ലാം വൻപാപങ്ങളിൽപ്പെട്ടതായിട്ടാണ് എണ്ണിയിരുന്നത്. നമ്മളുടെ വിലയിരുത്തലാണ് ഇവിടെ പ്രശ്നമാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. വഖാല ത്വായിഫത്തുൻ, ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു അംദിൻ, എല്ലാ മനഃപൂർവ്വമുള്ള തെറ്റുകളും കബീറത്തുൻ വൻപാപമാണ്. കുല്ലു മാ നഹല്ലാഹു അൻഹു, അള്ളാഹു നിരോധിച്ച് പറഞ്ഞ മുഴുവനും ഫഹുവ കബീറത്തുൻ, അത് വൻപാപമാണ്. വകശ്ഫുൽ ഖിത്തായി അൻ ഹാദാ, ഇതിനെ തൊട്ടുള്ള മറ നീക്കൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വിശദീകരണം എന്താണ്? അന്ന നദറൻ നാദിരി, ഒരു ചിന്തിക്കുന്നവന്റെ ചിന്ത, ഫിസ്സിർക്കത്തി, മോഷണത്തിന്റെ വിഷയത്തിൽ, അഹിയ കബീറത്തുൻ അംല, ഈ മോഷണം വൻപാപമാണോ ചെറുപാപമാണോ എന്ന് ചിന്തിക്കൽ, ആ ചിന്തലായ സഹയാത്തില്ല, മാലം യഫം മാനൽ കബീറത്തി, കബീറത്തിന്റെ മാനയെ അയാൾ മനസ്സിലാക്കാതിരിക്കുവോളം. കബീറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാതെ കബീറത്താണോ സഗീറത്താണെന്ന് ചിന്തിച്ചാൽ ആ ചിന്ത ഒരിക്കലും ശരിയാവുകയില്ല. കാരണം കബീറത്തിന്റെ മാന മനസ്സിലാകാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്.
വൽ മുറാദ് ബിഹ, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം കൗലിൽ കായിരി, പറഞ്ഞ ഒരാൾ പറയുന്നത് പോലെയാണ് അസിർക്കത്തു ഹറാമുൻ അംല, മോഷണം ഹറാമാണോ അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ മോഷണം വൻപാപമാണോ അല്ലേ എന്ന് പറയലും. വല മത്മഅ ഫി തഅരീഫിഹി, ഈ ഹറാമിന്റെ താരീഫിൽ ഒരു ആശ വയ്ക്കലില്ല, അഥവാ താരീഫ് ശരിയാണെന്നുള്ള ആശ വയ്ക്കലില്ല. ഇല്ലാ ബഅദ തഖ്രീരി മഅനൽ ഹറാമി, ഹറാമിന്റെ മഅനയെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമല്ലാതെ, അവലൻ ആദ്യം ഹറാം എന്താണ്, അതിന്റെ മഅന എന്താണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോഴാണ് ഹറാമിന്റെ താരീഫിൽ അത് ശരിയായെന്നൊരു ആശ വരുന്നത്. സുമ്മൽ ബഹ്സി അൻ വുജൂദിഹി ഫി സിർക്കത്ത്, പിന്നെ ചർച്ച ചെയ്യുക മനസ്സിൽ അത് സിർക്കത്തിൽ ഉണ്ടോ ഇല്ലേ, ഈ ഹറാമിന്റെ ആ മാന സിർക്കത്തിൽ ഉണ്ടോ ഇല്ലേ, അത് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഹറാമാണെന്ന് ഉറപ്പിക്കാം, വൻപാപവും ഉറപ്പിക്കാം. ഫൽ കബീറത്തു, അപ്പൊ വൻപാപം എന്ന് പറയുന്നത് മിൻ ഹൈസുൽ ലഫ്ലു, ലഫ്ലിന്റെ ഭാഗത്തിലൂടെ മുബ്ഹമുൻ, അത് മുബ്ഹമാണ്, അതായത് അവ്യക്തമാണ്. ഇന്നത് വൻപാപമാണെന്ന് എണ്ണി പറയാൻ പറ്റത്തില്ല മുഴുവനും. ലൈസ ലഹു മൗദൂഉൻ ഖാസുൻ ഫിൽ ലുഗ, ലുഗത്തിൽ പ്രത്യേകമായ ഒരു മൗദൂഅ് ഈ വൻപാപത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. വലാഫി ശരീഅത്തിലും ഇല്ല. ഇന്നതാണ് ഇന്നത് ഇങ്ങനെയുള്ളതാണ് വൻപാപം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഹദീസിൽ പറയുന്നുണ്ട് കുറെ എണ്ണങ്ങൾ എന്നുള്ളതല്ലാതെ ഇന്നതെല്ലാമാണ് വൻപാപം എന്ന് അറിയിക്കുന്ന ഒരു താരീഫ് വ്യക്തമായി വന്നിട്ടില്ല. വദാലിക, അങ്ങനെ പറയാൻ കാരണം ലിഅന്നൽ കബീറ വസ്സഗീറ, ഈ കബീർ സഗീർ എന്നൊക്കെ പറയുന്നത് മിനൽ ഇളാഫാത്തി, അത് ആപേക്ഷിക കാര്യങ്ങളിൽ പെട്ടതാണ്. ഒന്നിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് സഗീർ, അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇത് കബീർ, അങ്ങനെയാണ്. വമാമിൻ ദംബിൻ, ഒരു പാപവുമില്ല ഇല്ലാ വഹുവ കബീർ, അത് വലുതായിട്ടല്ലാതെ ബിൽ ഇളാഫത്ത് ഇലാമാ ദൂനഹു, അതിന്റെ താഴെയുള്ള ഒന്നിലേക്ക് നോക്കൽ കൊണ്ട്, താഴെയുള്ളിലേക്ക് തട്ടിച്ച് നോക്കുമ്പം അതിനെ അപേക്ഷിച്ച് ഇത് കബീറായിരിക്കും. സഗീറുൻ, ഇത് ചെറുതായിരിക്കും ബിൽ ഇളാഫത്ത് ഇലാമാ ഫൗഖഹു, അതിന്റെ മീതെയുള്ള ഒന്നിലേക്ക് നോക്കൽ കൊണ്ട്, മീതെയുള്ളതിലേക്ക് നോക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് ഇത് കബീറായിരിക്കും, മറ്റതിനെ അപേക്ഷിച്ച് ഇത് സഗീറായിരിക്കും. ഇതാണ്. ഫൽ മുദാജഅത്തു മഅൽ അജ്നബിയ്യത്ത്, ഉദാഹരണം പറയാണ്, ഒരു അജ്നബി പെണ്ണിനോടൊപ്പം ശയിക്കൽ, വേറൊന്നും അയാൾ ചെയ്യുന്നില്ല, അജ്നബി പെണ്ണിനോടൊപ്പം കിടക്കുകയാണ്. കബീറത്തിന്, അത് കബീറത്താണ് ബിൽ ഇളാഫത്ത് ഇലൻ നദറത്ത്, നോക്കുന്നതിലേക്ക് നോക്കുമ്പോൾ. ഒരു അജ്നബിയായ പെണ്ണിനെ നോക്കൽ ഹറാമാണല്ലോ, അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ കൂടുതൽ ക്ഷയിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലുതാണ്, കബീറത്താണ്. എന്നാൽ സഗീറത്തുൻ, ഈ കൂട്ടത്തിൽ ക്ഷയിക്കുക എന്നുള്ള സഗീറത്ത് എന്ന് പറയേണ്ടി വരും ബിൽ ഇളാഫത്ത് ഇല സിന, സിനയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ. സിനയാകുന്ന അക്ബറുൽ കബായറിലേക്ക് നോക്കുമ്പോൾ ഈ കൂട്ടത്തിലുള്ള ശയനം സഗീറത്താണ്. ഈ ശേഷം നെതർ നോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഈ ശയനം എന്ന് പറയുന്നത് കബീറത്താണ്. സിനയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ മുലാജാത്ത് സഗീറത്താണ്. പിന്നെ നെതറിലേക്ക് നോക്കുമ്പോൾ മുലാജാത്ത് കബീറത്താണ്, സിനയിലേക്ക് നോക്കുമ്പോൾ സഗീറത്താണ്. കാരണം നെതർ താഴെയുള്ളതാണ്, സഗീറത്തുൻ ബിൽ ഇളാഫത്ത് ഇല സിന. വഖത്ഉ യദിൽ മുസ്ലിമി, ഒരു മുസ്ലിമിന്റെ കൈ മുറിക്കുക എന്നുള്ളത് കബീറത്തുൻ, അത് കബീറത്ത ബിൽ ഇളാഫത്ത് ഇലാ ദർബിഹി, അടിക്കുന്നതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ആപേക്ഷികമായി കൈ മുറിക്കൽ കബീറത്താണ്, അടി സഗീറത്താണ്. സഗീറത്തുൻ ബിൽ ഇളാഫത്ത് ഇലാ ഖത്ലിഹി, ഈ അടിക്ക് കൈ മുറിക്കുക എന്നുള്ളത് സഗീറാണ്, അതിന്റെ അയാളെ കൊല്ലുന്നതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഏറ്റവും വലുത് കൊല്ലലാണ്. അപ്പൊ ഇങ്ങനെ ആപേക്ഷികമാണ് സഗീർ കബീറിന്റെ വിഷയം. അതെ, ലിൽ ഇൻസാനി, മനുഷ്യന് അനുവദനീയമാണ് അൻ യുത്തുലുക, അയാള് പറയല് അലാമ, ഒന്നിനെ കുറിച്ച്, തുവ്ഇദ, ഇയാൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന പിന്നാരി, നരകം കൊണ്ട്, അലാ ഫീലി, അതിനെ ചെയ്യുന്നതിന്റെ മേൽ, ഖാസത്തൻ, അതിനെ ചെയ്യുന്നതിന്റെ പേരിൽ മാത്രം നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യം അതിനെക്കുറിച്ച് പറയൽ ഇസ്മൽ കബീറത്തി, കബീറത്ത് എന്ന നാമം പറയൽ അയാൾക്ക് അനുവദനീയമാണ്. അയാൾ ചെയ്യുന്നതിന്റെ പേരിൽ നരകം കിട്ടുമെന്ന് പറയുന്ന കാര്യങ്ങൾ, അത് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഈ ശിക്ഷ വിധിക്കപ്പെടുന്ന കാര്യമാണ് കബീറത്ത്. അള്ളാഹു താല ശിക്ഷ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കബീർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരാൾക്ക് അങ്ങനെ പറയാം, നരകം കിട്ടും എന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കബീറത്ത് എന്ന് പറയാം. നഅനീബി വസ്ഫിഹി ബിൽ കബീറത്തി, കബീറത്ത് എന്ന് ഇതിന് വസ്ഫ് പറയലുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അനൽ ഉഖൂബത്ത ബിന്നായി, നരകം കൊണ്ടുള്ള ശിക്ഷ, അദീമത്തുള്ളത് ഭയങ്കരമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ആ ശിക്ഷ കിട്ടുന്ന തെറ്റും ഭയങ്കരമാണ്. വലഹു, അയാൾക്ക് അനുദിനമാണ് അയ്യുത്തിലൊക്കെ അയാൾ പറയല്, അയാൾ ഉപയോഗിക്കല് അലാമ, ഒന്നിന്റെ മേൽ, ഔജബൽ ഹദ് അല, അതിന്റെ മേൽ ആ ഒന്ന് ഹദ്ദിനെ നിർബന്ധമാക്കി, അല്ലെങ്കിൽ ഊജിബൽ ഹദ്ദു അല, അതിന്റെ മേൽ ഹദ്ദിനെ നിർബന്ധമാക്കപ്പെട്ടു, അഥവാ
ആ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ദുന്യാവിൽ ശിക്ഷ കിട്ടും. മദ്യപാനത്തിന് അടി കിട്ടും, മോഷണത്തിന് കൈമുറിക്കലുണ്ടാകും, വ്യഭിചാരത്തിന് അടിയുണ്ടാകും, എറിഞ്ഞുകൊല്ലലുണ്ടാകും. ഇതാണ് ശിക്ഷ. എന്നാൽ ശിക്ഷ നിശ്ചയിക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട ഒന്നിനെ കുറിച്ച് പറയൽ, ആ ഒന്നിനെ കുറിച്ച് കബീർ എന്ന് പറയാനും അയാൾക്ക് അനുവാദമുണ്ട്. അങ്ങനെയും പറയാം. നേരത്തെ പറഞ്ഞത് ആഖിറത്തിന്റെ ശിക്ഷ ആ ഖുർആനിൽ മറ്റും വന്നത്, അതിനെക്കുറിച്ച് കബീർ എന്ന് പറയാം. ഇപ്പൊ പറയുന്നത് ദുന്യാവിൽ നടക്കുന്ന ശരീഅത്തിന്റെ ശിക്ഷ ഉള്ള പാപങ്ങൾ, അത് കബീർത്താന്ന് പറയാൻ അയാൾക്ക് അവകാശമുണ്ട്. മസീറൻ, അയാൾ മടങ്ങിയതിനു വേണ്ടി, എത്തിച്ചേർന്നതിന് വേണ്ടി, ഇലാ അന്നമാ ഉജ്ജില അലൈഹി ഫിദ്ദുന്യ, ഇലാ അന്നമാ ഉജ്ജില അലൈഹി, അയാളുടെ മേൽ വേഗതയാക്കപ്പെട്ട ഒന്ന്, ഫിദ്ദുന്യ, ദുന്യാവിൽ. എന്തിന് വേഗതയാക്കപ്പെട്ട? ഉക്കൂബത്തൻ, ശിക്ഷയെ, വാജിബത്തൻ, വാജിബത്തായ ശിക്ഷയെ, നിർബന്ധമായ ശിക്ഷയെ ദുന്യാവിൽ വേഗതയാക്കപ്പെടുന്ന ഒന്ന്, ആ ഒന്ന് അദീമുൻ, അത് ഭയങ്കരമാണ് എന്നതിലേക്ക് എത്തിച്ചേർന്നതിന് വേണ്ടി അയാൾക്ക് ഒരു തെറ്റ്, ആ തെറ്റിന്റെ പേരിൽ ഇസ്ലാമിന്റെ ശിക്ഷ ഉണ്ട്, അതിനെക്കുറിച്ച് അയാൾക്ക് വൻപാപം എന്ന് പറയാം. എങ്ങനെ പറയാം? മസീറൻ, അയാൾ എത്തിച്ചേർന്നതിന് വേണ്ടി, ഇലാ അന്നമാ ഉജ്ജില അലൈഹി, നിശ്ചയമായും ഒന്ന്, ഉജ്ജില അയാളുടെ മേൽ വേഗതയാക്കപ്പെട്ടു, ഫിദ്ദുന്യ, ദുന്യാവിൽ. എന്തിനെ? ഉക്കൂബത്തുൻ വാജിബ്, നിർബന്ധമായ ശിക്ഷയെ ദുന്യാവിൽ വേഗതയാക്കപ്പെട്ട ഒന്ന്, അലീമുൻ, അത് കബീറാണ് എന്നതിലേക്ക് എത്തിച്ചേർന്നതിന് വേണ്ടി. കാരണം ഭയങ്കരമായ ശിക്ഷ ദുന്യാവിൽ കിട്ടുന്ന കബീറാണെന്ന് അയാളുടെ മനസ്സിൽ എത്തിച്ചേരുന്നു. ആ രീതിയിൽ അയാൾക്ക് അതിനെക്കുറിച്ച് വൻപാപം എന്ന് പറയാം. വലഹു, അയാൾക്ക് അനുവദനീയമാണ്. അങ്ങത്തിലൊക്കെ അയാൾ പറയല് അലാമ വറദഫി നസ്സുൽ കിതാബി, അലാമ ഒന്നിന്റെ മേൽ, വറദ അത് വന്നു, ഫി നസ്സുൽ കിതാബി, വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ പരാമർശത്തിൽ വന്നു, നെഹിയു അനുവാനത്തോട് നെഹി, ചെയ്യരുത് എന്നുള്ള, അങ്ങനെയുള്ള ഒന്നിനെ കുറിച്ച് എന്തെന്ന് പറയാം? അത് വൻപാപമാണ് എന്ന് ഒരാൾക്ക് പറയാൻ അനുവാദമുണ്ട്. അപ്പൊ അയാൾക്ക് പറയാം തഖ്സീസുഹു ബിദ്ദിക്ർ, ഇതിനെ പ്രത്യേകിച്ച് എടുത്ത് പറയൽ ഫിൽ ഖുർആനിൽ യദുല്ലു അലാ ഉളമിഹി, അത് ഭയാനകമാണെന്നുള്ളതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. പിന്നീട് യകൂന അലീമൻ, അത് അലീമാണ്, കബീറത്തുൻ, കബീറത്തുമാണ്, ലാ മഹാലത്ത, നിസ്സംശയം, ബിൽ ഇദാഫത്തി, ആപേക്ഷികമായി മുമ്പുള്ളതിലേക്ക് നോക്കിയിട്ട്, താഴെയുള്ളതിലേക്ക് നോക്കിയിട്ട് ഇത് വലുതാണ് എന്ന് മനസ്സിലാക്കാം. ഖുർആനിൽ നെസ് പറഞ്ഞു തന്നെ എല്ലാം അങ്ങനെ ഒരേ ഡിഗ്രിയിലുള്ള വൻപാപമല്ല, അതും ഇദാഫിയാണെന്നായി പറഞ്ഞതിനർത്ഥം. ഇത് കാരണം മൻസൂസാത്തുൽ ഖുർആനി, ഖുർആനിന്റെ നെസ്സുകളായതൻ തതഫാവത്തു ദർജ, അതിൻ്റെ ദർജകൾ വ്യത്യസ്തമാകും. ഖുർആനിന്റെ നെസ്സുകളിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ എല്ലാം ഒരേ ഡിഗ്രിയിലുള്ളതല്ല, വ്യത്യസ്തമാകും, അതും ഇദാഫിയാണ്. ഫഹാദിഹിൽ ഇത്ലാഖാത്തു, അപ്പൊ ഈ പ്രയോഗങ്ങൾ ലാ ഹർജ ഫീ, ഇതിലൊരു കുഴപ്പമില്ല. ആദ്യം പറഞ്ഞ നരകത്തിന്റെ ശിക്ഷ പറയപ്പെട്ട കാര്യം അത് തെറ്റാണ്, അത് വൻപാപമാണെന്ന് പറയാം. ദുന്യാവിൽ ശിക്ഷ നിർബന്ധമാക്കിയ കാര്യം അത് വൻപാപമാണെന്ന് പറയാം. ഖുർആനിൽ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞ കാര്യം, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അത് വൻപാപമാണ്. ഈ കാര്യങ്ങൾക്കൊന്നും, ഈ പ്രയോഗങ്ങൾ, ഇതില് പ്രശ്നങ്ങളൊന്നുമില്ല. ഒമാൻ നുഖില മിൻ അൽഫാദി സഹാബത്തി, ഒമാൻ നുഖില, ഉദ്ധരിക്കപ്പെട്ട ഒന്ന്, മിൻ അൽഫാദി സഹാബത്തി, സഹാബത്തിന്റെ ലഫ്ലുകളാൽ, യതർദദു ബൈന ഹാദിഹിൽ ജിഹാദി, ആ സഹാബാക്കളുടെ ലഫ്ലുകളാൽ, സഹാബാക്കൾ പറഞ്ഞല്ലോ പലതിനെ സംബന്ധിച്ചും വൻപാപമാണ്, ഇത്ര എണ്ണം വൻപാപമാണെന്നൊക്കെ. അപ്പൊ അത് മാത്രമല്ല, സഹാബാക്കള് പിന്നെ നിബിതങ്ങളുടെ കാലത്ത് ഞങ്ങൾ അതിനെ വൻപാപമായി കണക്കാക്കിയിരുന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങൾ യതറദ്ദദു ബൈന ഹാദിഹിൽ ജിഹാദി, ഈ ജിഹത്തുകളുടെ ഇടയിൽ സന്ദേഹം ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സഹാബാക്കളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ മൗലവി പറഞ്ഞ ഏതെങ്കിലും ജിഹത്തിലേക്ക് പെടുത്താം, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതെങ്കിലും ഒരു ജിഹത്ത്, ഒരു ദിശയിലേക്ക് അതിനെ പെടുത്താം. സഹാബാക്കൾ പറഞ്ഞ ഒരു പക്ഷേ ദുന്യാവിന്റെ ശിക്ഷ വെച്ചിട്ടാകാം, അല്ലെങ്കിൽ ആഖിറത്തിന്റെ ശിക്ഷ വെച്ചിട്ടാകാം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രമാണത്തിലേക്ക് വെച്ചിട്ടാകാം. അങ്ങനെ ഏതിലേക്കും പോകാമെന്നർത്ഥം. അതാണ് ഇന്നതാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല, അതാണ് തറദ്ദുദ് എന്ന് പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വലാ യബഉദു തൻസീലുഹ, ഇവകളെ ഇറക്കൽ എന്തല്ല വിദൂരമല്ല, അലാ ശൈഇൻ മിൻ ഹാദിഹിൽ ഇഹ്തിമാലാത്തി, ഈ ഇഹ്തിമാലപ്പെട്ട ഏതെങ്കിലും ഒന്നിന്റെ മേൽ അതിനെ ഇറക്കൽ വിദൂരമല്ല എന്ന് പറഞ്ഞാൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ അതിനെ ഇറക്കാം. അത് ഇന്നതിന്റെ പേരിലാണ് സഹാബാക്കൾ പറഞ്ഞത്, ആഖിറത്തിന്റെ ശിക്ഷയുടെ പേരിലാണ്, ഇങ്ങനെ പറയാം. നഅം, പക്ഷേ മിനൽ മുഹിമ്മാത്തി, മുഖ്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്, അൻ തഅലമ, നീ അറിയൽ, മുഖ്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്ത്? അൻ തഅലമ, നീ അറിയൽ, മഅനാ ഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഈ ഖൗലിന്റെ മാനിയെ നേരത്തെ വന്ന ആയത്താണ്. ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളോട് നിരോധിക്കപ്പെട്ട
വൻപാപങ്ങളെ നിങ്ങൾ വെടിഞ്ഞാൽ നിങ്ങളെ തൊട്ട് സയ്യാത്തിനെ നാം മാപ്പാക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിരോധിക്കപ്പെട്ടത് വൻപാപമാണെന്ന് അവിടുന്ന് മനസ്സിലാക്കാം. കൗല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങളുടെ കൗലിന്റെയും മഅനയെ നാം അറിയുക എന്നുള്ളത് അത്യാവശ്യമാണ്. അത് മുഖ്യമായതിൽപ്പെട്ട എന്താണ്? അസ്സലവാത്തു കഫാറാത്തുൽ ലിമാ ബൈനഹുന്ന, നമസ്കാരങ്ങൾ അവകളുടെ ഇടയിലുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്, ഇല്ലൽ കബായിറ, വൻപാപങ്ങൾ ഒഴികെ. അപ്പോൾ വൻപാപം വേറെ ഉണ്ടെന്ന് മനസ്സിലാകുന്നില്ലേ? ഫൈനഹാദ, ഇത് ഇസ്ബാത്ത് ഹുക്മിൽ കബായിരി, കബീറത്തുകളുടെ ഹുക്മിനെ സ്ഥിരപ്പെടുത്തലാണ്. കബീറത്തുകൾ ഉണ്ട്, കബീറത്തുകളുടെ ഒരു വിഭാഗമുണ്ട്. കബീർ സഗീർ രണ്ടും രണ്ടല്ല, ഒന്നാണെന്ന് പറയുന്നവർക്ക് മറുപടിയാണ് അങ്ങനെയല്ല. കബീർ കബീറാണ്, സഗീർ സഗീറാണ്. വൽ ഹക്കു ഫിദാലിക, ഈ വിഷയത്തിൽ ഹക്കായ കാര്യം, അന്ന ദുനൂബ, നിശ്ചയമായും പാപങ്ങൾ, മുൻകസിമത്തുൻ, അത് വിഭജിക്കും, ഫി നദിരി ശറഅ, ശരീഅത്തിന്റെ നോട്ടത്തിൽ, ഇലാമാ യഅലമു ഇസ്തിഗ്ലാമഹു ഇയ്യാഹ, ഒന്നിലേക്ക്, ഇലാമ ഒന്നിലേക്ക് വിഭജിക്കും, യഅലമു അയാൾ അറിയും, ഇസ്തിഗ്ലാമഹു അയാൾ വലുതായി കണക്കാക്കലിനെ, ഇയ്യാഹ ആ പാപങ്ങളെ അയാൾ വലുതായി കണക്കാക്കലിനെ അയാൾ അറിയും. അങ്ങനത്തെ ഒന്നിലേക്ക് വിഭജിക്കും. അഥവാ ചില പാപങ്ങളെ അയാൾ വലുതായി കണക്കാക്കും എന്ന്, വലുതാണെന്ന് അയാൾ അറിയും. വൈലാമ ഒന്നിലേക്ക് വിഭജിക്കും, യാലും അയാൾ അറിയും, അന്നഹ ഇത് മഅദൂദത്തുൻ ഫി സഗായിരി, ചെറിയ പാപങ്ങൾ എണ്ണപ്പെടുന്നതാണെന്ന് അവർ അറിയും. അങ്ങനത്തെ ഒന്നിലേക്കും വിഭജിക്കും. പാപങ്ങൾ രണ്ടായിട്ട് വിഭജിക്കും. ഒന്നെന്താണ്? ശരീഅത്തിന്റെ നദറിൽ രണ്ടായിട്ട് വിഭജിക്കും. എങ്ങനെയൊക്കെയാണ്? ഇലാമ ഒന്നിലേക്ക്, യഅലമു ഇയാൾ അറിയും, ഇസ്തിഗ്ലാമഹു ഇയാൾ വലുതായി കണക്കാക്കലിനെ, ഇയ്യാഹ അവകളെ ഇയാൾ വലുതായി കണക്കാക്കലിനെ അയാൾ അറിയും എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ വലുതായി കണക്കാക്കും, വലുതാണെന്ന് അയാൾ അറിയും. അങ്ങനത്തെ ഒന്ന്. വേറൊന്ന് വൈലാമ യഅലമു അന്നഹ മഅദൂദത്തുൻ ഫി സഗായിരി, ചെറുപാപങ്ങളിൽ എണ്ണപ്പെടുന്നതാണെന്ന് അറിയപ്പെടുന്ന ഒന്ന്. അങ്ങനെയും വിഭജിക്കും. രണ്ട്. വൈലാമ ഒന്നിലേക്കും, യശുക്കു ഫി, അയാൾ അതിൽ സംശയിക്കും, വലുതാണോ ചെറുതാണോ. ഫലാ യദ്രി ഹുക്കും, അതിന്റെ ഹുക്കുമിനെ അയാൾ അറിയുകയില്ല ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫി മഅരിഫത്തി ഹദ്ദിൻ ഹാസിലിൻ, ഒരു പരിമിതമായ നിർണയിതമായ ഒരു താരീഫിനെ അറിയുന്നതിലുള്ള ആശ, അതദിൻ ജാമിഉൻ മാനിൻ, അല്ലെങ്കിൽ ജാമിഉൻ മാനിയുമായ ഒരു എണ്ണം, അതിനപ്പുറത്തേക്കില്ല ഇത്രയെന്ന്, അങ്ങനെ അറിയുന്നതിലുള്ള ആശ, തലബുൽ ലിമാ ലം യുംകിൻ, സാധ്യമല്ലാത്ത ഒന്നിനെ തേടലാണ്. ഫത്തമഉ, അപ്പോൾ ഒരു ആശ, ഫി മഅരിഫത്തി ഹദ്ദിൻ ഹാസിലിൻ, ഹാസിർ എന്ന് പറഞ്ഞാൽ പരിമിതമായ എണ്ണം, ഇത്ര എണ്ണമെന്ന്. അത് തന്നെ ആവും അതദിൻ ജാമിഉൻ മാനിയുമായ എണ്ണം. ആ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്കില്ല, കുറയലും ഇല്ല കൂടുതലും ഇല്ല, അങ്ങനത്തെ എണ്ണം. അതിനെ അറിയുന്നതിലുള്ള ഒരു ആശ, അത് എന്താണ്? തലബുൽ ലിമാ ലം യുംകിൻ, സാധ്യമല്ലാത്ത ഒന്നിനെ തേടലാണ്. അങ്ങനെ നിർണയിക്കാൻ സാധ്യമല്ല. കാരണം ഫൈനദാലിക, അതില്ല, യുംകിൻ, അത് സാധ്യമല്ല, ഇല്ലാ ബിസ്സമാഇ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്നും കേൾക്കൽ കൊണ്ടല്ല. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ശരിയാ. എങ്ങനെ? അബി അഞ്ഞക്കൂല, അവിടുന്ന് പറയൽ കൊണ്ട്, ഇനി അറത്ത് ബിൽ കബായിരി, വൻപാപങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അശ്റൻ, ഒരു 10 ഞാൻ ഉദാഹരണം, ഔ ഹംസ, അല്ലെങ്കിൽ 5. എന്നിട്ട് വൈഫസ്സിലുഹ, അതിനെ അവിടുന്ന് വിശദീകരിക്കും. ഫൈലം യുരിദ് ഹാദ, അവിടുന്ന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, ഫൈലം യരിദ് ഹാദ, അങ്ങനെ ഒന്നും വന്നിട്ടില്ല, ബൽ മറിച്ച് വറദ വന്നു, ഫി ബഅദിൽ അൽഫാദി, ചില ലഫ്ലുകളിൽ, സലാസും മിനൽ കബായിരി, 3 കാര്യം കബായറിൽപ്പെട്ടതാണ്. വഫി ബഅദിഹ, ചിലതിൽ സബഉം മിനൽ കബായിരി, 7 കാര്യം കബായറിൽപ്പെട്ടതാണ്. പിന്നീട് വറദ വന്നിരിക്കുന്നു, അന്ന സബ്ബത്തൈനി ബിസ് സബ്ബത്തി, ഒരു ചീത്ത പറഞ്ഞതിന് പകരം 2 ചീത്ത പറയൽ, വാഹിദത്തി മിനൽ കബായിരി, വൻപാപത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെയെല്ലാം വന്നിരിക്കുന്നു. വഹ്വാദ ഖാരിജുൻ അനി സബഇ വസ്സല, നേരത്തെ പറഞ്ഞ 7ന്റെയും 3ന്റെയും പുറത്താണ് ഈ കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഉലിമ അറിയപ്പെട്ടു, അന്നഹു ലം യഖ്സുദ് ബിഹി, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല, അൽ അദദ്, ഒരു എണ്ണത്തിന്, ബിമാ യഖ്സുറു, ഹസ്ർ ചെയ്യപ്പെടുന്ന ഒരു എണ്ണത്തിനെ നബിതങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് ഫകൈഫ യത്മഉ ഫി അദദ് മാ ലം യഉദ്ദഹു ശറഉ, ശറഅ തീരുമാനിക്കാത്ത ഒന്നിന്റെ എണ്ണത്തിൽ എങ്ങനെ ആശിക്കാൻ പറ്റും? ശറഅ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ശറഅ അങ്ങനെ ഒരു കണക്ക് വെക്കാതിരുന്നത്? അതിന്റെ കാരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.